നമ്മൾ നടക്കുമ്പോൾ ഒരു കാൽ മുന്നിലും ഒരു കാൽ പിന്നിലുമാകുന്നു. എന്നാൽ മുന്നിലുള്ള കാലിന് അഭിമാനമോ പിന്നിലുള്ള കാലിന് അപമാനമോ ഉണ്ടാകുന്നില്ല. കാരണം കാലുകൾക്കറിയാം നിമിഷങ്ങൾക്കകം മുന്നിലുള്ള കാൽ പിന്നിലും പിന്നിലുള്ള കാൽ മുന്നിലുമായി മാറുമെന്ന്. ഇതുപോലെ തന്നെയാണ് ജീവിതവും. സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. സ്വന്തം ആഗ്രഹങ്ങൾ കാറ്റിൽ പറത്തി കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ളവർക്ക് ചിരിച്ചുകൊണ്ട് കണ്ണുനീർ മറയ്ക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ തേടി ഒരുപാട് അലയേണ്ടതില്ല. അവർ അറിയാതെ വന്നു ചേരും. അത് പ്രണയമായാലും സൗഹൃദമായാലും. ഒന്നുമില്ലായ്മയെ സ്നേഹിക്കുന്നത് ഭ്രാന്തുള്ളവർ മാത്രമാണ്. ശൂന്യതയിലേക്ക് നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വേറെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം ഇട്ടെറിഞ്ഞു എങ്ങോട്ടേലും ഓടിപ്പോയാലോ എന്ന് ആലോചിക്കുമെങ്കിലും ഉള്ളിൽ പതിഞ്ഞ ചില സ്നേഹങ്ങൾ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്നു. സൗന്ദര്യമുള്ള ഒരാളെ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുക എന്നത്. നിങ്ങളെക്കുറിച്ച് ആരോടും വിശദീകരിക്കാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ അത് വിശ്വസിക്കാനും പോകുന്നില്ല. കാലങ്ങൾക്കിപ്പുറം ചില ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. എല്ലാം തുടങ്ങിയതുപോലെ തന്നെ അവസാനിക്കും. ആദ്യം കണ്ടു പരിചയപ്പെട്ടതു മുതൽ അവസാനം കണ്ടിട്ട് കാണാതെ നടന്നതുവരെ. സ്നേഹത്തിന്റെ വില അത് കിട്ടുന്നതിന് മുൻപും നഷ്ടപ്പെട്ടതിനു ശേഷവുമായിരിക്കും. നമ്മൾ നന്നായി മനസ്സിലാക്കുക. നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം ബാക്കിയുള്ളവർക്ക് തമാശയായിരിക്കും. ചില ദുഃഖങ്ങൾ മനുഷ്യർ പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയില്ല. അവ അത്ര സ്വകാര്യം ആയിരിക്കും, അല്ലെങ്കിൽ അത്ര വിലപിടിച്ചത്. നിന്റെ മൂല്യം തിരിച്ചറിയുന്നവർക്ക് മാത്രമേ നിന്റെ സമയം, നിന്റെ സ്നേഹം, നിന്റെ സൗഹൃദം എല്ലാം നീ കൊടുക്കാവൂ. വീണ പൂവിന് വീണ്ടും വിരിയാനാകില്ല. എന്നാൽ വേരിനുറപ്പുണ്ടെങ്കിൽ പുതിയ പൂക്കൾ വീണ്ടും വിരിയും. ഇതുവരെ നഷ്ടപ്പെട്ടതല്ല, ഇനിയും വരാനിരിക്കുന്ന നല്ല നാളുകളെയാണ് ജീവിതം. മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാകില്ല. ഒന്ന് ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട്. ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്. ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാറുന്ന സങ്കടങ്ങളുണ്ട്. ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ തീരുന്ന പരിഭവങ്ങളുണ്ട്. ഒന്ന് തലോടിയാൽ കിട്ടുന്ന ആശ്വാസമുണ്ട്. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട്. അവകാശികളില്ലാത്ത ഒന്നേ ഒന്ന് മാത്രമേ ഈ ലോകത്തുള്ളൂ: നോവുകൾ. നമുക്ക് കിട്ടിയത് നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കുക. ആരും അവകാശം പറഞ്ഞു വരില്ല. ഒരിക്കലും ഒരു നുണയും ഒരുപാട് കാലം വിജയിക്കില്ല. സത്യം എന്നും മറഞ്ഞിരിക്കുകയും ഇല്ല. ഒറ്റപ്പെടുമെന്ന് തോന്നുമ്പോൾ മാതാപിതാക്കളുടെ മുഖം ഒന്ന് ഓർത്താൽ മതി. ആരും കൂടെയില്ലെങ്കിലും അവർ എന്നും നമ്മളോടൊപ്പം കാണും. കാലൊന്ന് വഴുതി വീണാലും നിങ്ങൾക്ക് രക്ഷപ്പെടാം. നാവിന് പറ്റിയ വീഴ്ചയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. കൊടുക്കലും വാങ്ങലുമല്ല സൗഹൃദം. ഒരു വിളി, ഒരു സ്വാന്തനം, ഒരു മെന്റൽ സപ്പോർട്ട്. ഇതിനപ്പുറം എന്താണ് വേണ്ടത്? പലപ്പോഴും പലരും തിരിച്ചറിയാതെ പോകുന്നതും അത് തന്നെയാണ്. ബന്ധങ്ങൾ ഹൃദയം കൊണ്ടാണ് ഉണ്ടാകേണ്ടത്. ഉള്ളിൽ മുഴുവൻ പൊട്ടിത്തകർന്നു നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റൊരാളെയും അറിയിക്കാതെ മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല.